ഹലോ ഗായ്സ്, വെൽക്കം ടു നിതിൻ സാറ്റ് ഗാലറി. കഴിഞ്ഞ തവണ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞിരുന്നു നിങ്ങളോട് ഞാനൊരു വെറൈറ്റി വർക്കുമായിട്ട് അടുത്ത പ്രാവശ്യം വരുമെന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേബിൾ ലാമ്പ്, ഒരു റൂസ്റ്റിക് ടേബിൾ ലാമ്പ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. എൻ്റെ വീട് മലയാറ്റൂരാണ്. മലയാറ്റൂർ കാടപ്പാറയാണ് എൻ്റെ വീട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു തടാകമുണ്ട്. അടിവാരം ഒരു ചിറ എന്നാണ് ഞങ്ങൾ പറയുന്നത് അവിടെ. അപ്പോൾ അവിടെ ഈ പ്രാവശ്യം കാടൊക്കെ വെട്ടിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു മരത്തിൻ്റെ കഷ്ണമാണ് എനിക്ക്. അപ്പോൾ ആക്ച്വലി ഞാൻ അവിടെ ജസ്റ്റ് പോയി ചൂണ്ടയിടുന്നതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നതാണ്. അതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ സംഭവം നമ്മൾ നേരത്തെ എടുത്തുകൊണ്ട ആ മരത്തിൻ്റെ കഷ്ണമാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്ത് ഞാൻ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇത്രയും നീളത്തിൽ നമുക്ക് ഇതിനെ വേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതിനെ പതുക്കെ ക്ലോസ് ചെയ്യാം. ഏകദേശം എനിക്ക് തോന്നുന്നത് ഇവിടം വരെ നമുക്ക് എടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ലാമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും മതിയാവും. അപ്പോൾ ഇവിടം വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് നമ്മളിവിടെ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നമുക്കൊരു ലാമ്പിൻ്റെ ഒരു ഷെയ്ഡൊക്കെ വരാവുന്ന ഒരു ചെറിയ ലാമ്പാണ്. ഇത് ഓക്കെയാണ്. നമുക്കിനി ഇതിൻ്റെ ഭാഗത്ത് സാൻഡറൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്കാദ്യം ഇതൊന്ന് സാൻഡർ ചെയ്ത് നല്ല സ്മൂത്താക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സാൻഡർ ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയിട്ട് സംഭവം നമുക്ക് പതുക്കെ ഒരു ബേസ്, അതായത് ഇവിടെ ഒരു ബേസും അതതിൻ്റെ ഹെഡാണ്. ഇവിടെ ഒരു ബേസ് കൊടുത്ത് നമ്മളിവിടെ ലാമ്പ് വയ്ക്കാൻ സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് ബേസ് ഓറുണ്ടാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത പോർഷനിലേക്ക് നമുക്ക് ബേസ് ഓറോ സെറ്റ് ചെയ്യണം. എന്നിട്ട് പതുക്കെ നമുക്ക് ലാമ്പിൻ്റെ ഫൈനൽ ടച്ചിലേക്ക് പോകും. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസ്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ വുഡാണ് ചെയ്തേക്കണത്, അതായത് ഒരു മഹാഗണി വുഡാണ്. ഒന്ന് സാൻഡർ അടിച്ച് ഒരു കോട്ട് സീലർ അടിച്ചതിന് ശേഷം മാത്രമാണ് പെയിൻറ്റ് ചെയ്യാവുള്ളൂ. ഇതിൻ്റെ ബാക്ക് പോർഷനാണ്. അപ്പോൾ അങ്ങനെ പെയിൻറ്റ് ചെയ്താൽ മാത്രമാണ് ഇത് വലിയാതെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുള്ളൂ. ഈ വുഡൻ്റെ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലാക്ക് അടിച്ചത്. അപ്പോൾ ഞാൻ ഈ ബേസ് വെച്ചിട്ടാണ് നമ്മൾ ലാമ്പിൻ്റെ ഫോട്ടോ ഇതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗായ്സ് കാണാൻ പറ്റും, ഇത് E27ൻ്റെ ഹോൾഡറാണ്. E27ൻ്റെ ഹോൾഡർ എന്ന് പറയുന്നത് നമ്മൾ ലാമ്പ് ഷെയ്ഡറൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ ത്രെഡുള്ള ഹോൾഡറാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ബൾബ് ഇടുന്നത്. പിന്നെ ഇതിങ്ങനെ ഹോൾ ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ വയറ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ബേസ്, അതായത് ഇതിൻ്റെ ബേസ് ഹോൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ബോട്ടം വയറ് കാര്യങ്ങൾ ഇറക്കിയിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മൾ അതിൻ്റെ ബേസ് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഹോൾഡർ കാര്യങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്വിച്ച് നമ്മളിവിടെ ഓർമ്മ പിടിപ്പിക്കാൻ വേണം. സ്വിച്ച് സാഗ് സ്വിച്ചാണ്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ് നമ്മൾ ഈ ഏകദേശം ഈ ഒരു സെറ്റപ്പിലേക്ക് ആക്കി എടുത്തായിരുന്നു. നമ്മളതിൻ്റെ ബോഡി കാര്യങ്ങൾ പോളിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്ന് പോളിഷ് ചെയ്യണം. നമ്മൾ പോളിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് പതുക്കെ സീലർ കോട്ടൊക്കെ അടിച്ച് നമുക്ക് അതിൻ്റെ രോമം കാര്യങ്ങൾ അതിന് പൊന്താത്ത രീതിയിൽ നല്ല ഫിനിഷിങ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ സംഭവമാണ്. ടിമ്പർ കോട്ട് എന്ന് പറയുന്ന സംഭവമാണ് യൂസ് ചെയ്യുന്നത്. സീലറാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
അപ്പോൾ ഞാനിതിനെ ടിന്നറൊന്നും യൂസ് ചെയ്യുന്നില്ല. ടിന്നർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ ലൈറ്റായി പോകും കോട്ടിങ്. അപ്പോൾ കുറച്ച് കട്ടിയിലിരുന്ന നമുക്ക് പൂക്കൽ നിൽക്കും, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടിന്നർ യൂസ് ചെയ്യാതെ സീലർ കോട്ട് നേരിട്ട് പതുക്കെ ലൈറ്റായിട്ട് അടിച്ചു കൊടുക്കുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത അപ്പോൾ നമ്മുടെ സ്വിച്ച് കാര്യങ്ങളൊക്കെ റെഡി ആയി ഇരിക്കുകയാണ്. അതിൻ്റെ കോഡ് വയർ കാര്യങ്ങൾ ഞാൻ ബാക്കിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണത്? ഓക്കെ, ഒരു വയറെടുത്ത് നേരെ സ്വിച്ചുമേന്ന് കൊടുത്തു. പിന്നെ അതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ കൂട്ടി സ്വിച്ചുമേന്ന് നെഗറ്റീവ് എടുത്ത് ഈ വയറിൻ്റെ നെഗറ്റീവ് വേറെ സൈഡിൽ സെറ്റ് ചെയ്ത് നമ്മൾ ബാക്കിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പവർ സ്വിച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ലാമ്പ് ഷെയ്ഡ് പിടിപ്പിക്കണം. ഓക്കെ, നമ്മുടെ ലാമ്പ് ഷെയ്ഡർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ബൾബ് 4 വാട്ട്സിൻ്റെ LED ബൾബാണ്. നമുക്ക് അതിലേക്ക് ഇടാം. LED ഇത് തന്നെ സ്റ്റെപ്പ് വന്ന ബൾബാണ്. റെഡി സാർ? നമ്മുടെ ലാമ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട്, അതായത് നല്ല ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരും. അതുവരെ ടേക്ക് കെയർ.